വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കരിപ്പൂർ വിമാനത്താവള റൺവേ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 10 കോടി രൂപയുടെ CER ഫണ്ട് വിനിയോഗത്തിൽ ജില്ലാ കളക്ടർ നടത്തിയ വിവേചനപരമായ നടപടിക്കെതിരെ എന്നാരോപിച്ച് UDF പ്രക്ഷോഭത്തിലേക്ക്. ജൂലൈ 5-ന് UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. കരിപ്പൂർ വിമാനത്താവള റൺവേ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 10 കോടി രൂപയുടെ കോർപ്പറേറ്റ് എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് വിനിയോഗത്തിൽ ജില്ലാ കളക്ടർ നടത്തിയ വിവേചനപരമായ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി UDF പ്രക്ഷോഭത്തിലേക്ക്. വിമാനത്താവളത്തിൽ നിന്നും കുത്തിയൊഴുകുന്ന മലിനജലം പരിസരത്തെ 100 കണക്കിന് വീടുകളിലേക്കാണ് പരന്നൊഴുകുന്നത്. വീടും പരിസരവും കുടിവെള്ള കിണറുകളും മലിനമാക്കുന്ന മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി വിമാനത്താവള അധികൃതരുടെ നിർദ്ദേശപ്രകാരം പള്ളിക്കൽ പഞ്ചായത്തും കൊണ്ടോട്ടി നഗരസഭയും 3.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റും പദ്ധതിയും സമർപ്പിച്ചിരുന്നു. വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് വരുന്ന മലിനജലം സ്റ്റോം വാട്ടർ ഡ്രൈനേജ് സംവിധാനത്തിലൂടെ ചെർല തോടിലെത്തിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ CER പ്രൊജക്റ്റിൽ നിന്നും പദ്ധതി വെട്ടിമാറ്റി CER തുകയായ 9 കോടി രൂപയും കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ മുതിർന്ന പൗരന്മാർക്ക് മാതൃകാ വില്ലേജ് സ്ഥാപിക്കാനായാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നടപടിക്കെതിരെയാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ CER ഫണ്ട്, ആ ഫണ്ട് യഥാർത്ഥത്തിൽ വിനിയോഗിക്കേണ്ടത് ഈ പരിസര പ്രദേശത്തെ ശുചിത്വത്തിനുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആ ഫണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി 9 കോടി ഉറുപ്പിക, ആകെ 10 കോടി രൂപയുള്ളതിൽ 9 കോടി ഉറുപ്പികയും പിണറായിയിലെ ധർമ്മടത്തുള്ള ഒരു സ്ഥാപനത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ എല്ലാ ദുരിതവും ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുമ്പോൾ പള്ളിക്കൽ പഞ്ചായത്ത് അടക്കം ഇവിടുത്തെ പ്രശ്നങ്ങൾ വെച്ച് പ്രൊജക്റ്റും പദ്ധതികളും സമർപ്പിച്ചിട്ടും അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും അതിന് പണം വെക്കാതെ ഈ പണം മുഴുവൻ തന്നെ ചട്ടവിരുദ്ധമായി യാതൊരു മാനദണ്ഡവും കൂടാതെ വേറെ പ്രദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ഒരു നിലക്കും ഈ അനീതി അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന കരിപ്പൂർ നിവാസികൾ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ജൂലൈ 5 ശനിയാഴ്ച UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. അതിനായുള്ള സമരസമിതിക്കും രൂപം നൽകി.